പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിലും കോട്ടയത്തും പ്രതിരോധ നടപടികളുടെ ഭാഗമായി പക്ഷികളെ കൊന്നൊടുക്കും. ആലപ്പുഴയിലെ 4 പഞ്ചായത്തുകളിലും കോട്ടയത്തെ ഒരു പഞ്ചായത്തിലുമായി 38,000-ഓളം പക്ഷികളെയാണ് കൊല്ലുക. വൈറസ് മനുഷ്യരിലേക്ക് പകരുമെന്ന ആശങ്കയില്ല എങ്കിലും ഇവിടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേ ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ നെടുമുടി, കരുവാറ്റ, തകഴി, പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിലും കോട്ടയം നീണ്ടൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പ്രതിരോധ നടപടികളുടെ ഭാഗമായി ആലപ്പുഴയിൽ 34,602 പക്ഷികളെയും കോട്ടയത്ത് 3,000 പക്ഷികളെയും കൊന്നൊടുക്കും. പക്ഷിപ്പനി കണ്ടെത്തിയ ഫാമുകളിലെ താറാവുകൾക്ക് പുറമെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ അടക്കം കൊല്ലാനാണ് തീരുമാനം. ഇതിനായി ജില്ലാ ഭരണകൂടം ദ്രുതകർമ്മസേനയെ നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശപ്രകാരമായിരിക്കും നടപടി. 10 പേരടങ്ങുന്ന ഒരു ടീമാണ്, ഒരു RRT. അങ്ങനെ 18 ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 പഞ്ചായത്ത് സെക്രട്ടറിമാരെയും വിളിച്ച് സംസാരിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് സംസാരിച്ചു. അതുകൂടാതെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ ക്രമീകരണം മൊത്തം ഇപ്പോൾ അവിടെ പഞ്ചായത്ത് ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വൈറസ് മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പനിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നറിയാൻ ആരോഗ്യവകുപ്പ് സർവേ നടത്തുന്നുണ്ട്. ആലപ്പുഴയിലെ കുട്ടനാട്, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ താറാവ്, കോഴി, കാട എന്നിവയുടെ ഇറച്ചിയും മുട്ടയും വളത്തിനായി കാഷ്ടം വിൽക്കുന്നതും നിരോധിച്ചു. അതേസമയം പക്ഷിപ്പനിയിൽ ജനങ്ങളിലുണ്ടായ ആശങ്കയകറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള പൗൾട്രി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മീഡിയ 1 ആലപ്പുഴ.